ചേച്ചി നടക്കണേ, ലൈറ്റാ, പേടിക്കണ്ട. ചേച്ചിക്കൊന്നും ടെൻഷനൊന്നും വേണ്ട. അതാ ലീന ചേച്ചി. ഹലോ, ഓയ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എന്താ പേര്? സാരംഗ്. സാരംഗ്. സാരംഗ്, വരൂ. ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. സാരംഗ് എത്തിയിരിക്കണ്ട്. ഇനി ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ. ചിന്നു, ഇത് ആരാണ്? ഇതെന്നെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ഓ, ഫേസ്ബുക്ക് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഈ ഫ്രണ്ട് എന്താ ചെയ്യുന്നേ? നല്ലോണം പാട്ട് പാടും. ആണോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തരുമോ? ഓ, പാടാം. എന്റെ ലീന ചേച്ചി അവിടെ ഇരിക്കുന്നേ, ഞാൻ അങ്ങോട്ട് വരണോ? അയ്യോ, ഞാൻ വിചാരിച്ചു ഞാനിരുന്ന് കേക്കാന്ന് വിചാരിച്ചിട്ടാ. എന്തെങ്കിലും. സാരംഗ് എവിടുന്നാ വരുന്നേ? ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. സാരംഗിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. സാരംഗാണോ ഒരു ഒഴിഞ്ഞ സ്റ്റേജില് സാരംഗ് പാട്ട് പാടുന്നു, നമ്മളെല്ലാരും കൂടെ ആണ് അത് ഏറ്റെടുത്ത് മില്യൺ വ്യൂസിൽ വരെ എത്തിച്ചതാണോ? അത് ഈ സാരംഗ് തന്നെയാണോ? അതെ, ഞാനാണ്. കറക്റ്റ്. കേൾക്കാൻ ആൾക്കാരില്ലായിരുന്നു, സാരംഗ് വെച്ച് മൈക്കിൽ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് വന്നിരുന്നത് ആൾക്കാരില്ലെങ്കിലും കുഴപ്പമില്ല, പ്രേക്ഷകർ അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു. കൊണ്ടുവന്ന ആള് സൂപ്പർ ആകട്ടോ. കഴിഞ്ഞിട്ടാണോ? ഞങ്ങൾ ഡയലോഗ് പറയാൻ വരാം. ഓക്കെ, ഞങ്ങളൊരു ഡയലോഗ് പറയാൻ വരുന്നുണ്ട്. സാരംഗ് അടിപൊളിയായിട്ട് നേരെ നോക്കി പാടിക്കോ. സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗരമേ ശ്രുതിലയ സാഗരമേ
സാരി സരീരി നീനി രീരി നീൻ പദനിരി രീഗ ദിരി ദിഗ ദിരി ദിഗ ദിരി ഗ ദിഗ ഗരീരി ഗ ഗരീ ഗരി ഗമ പാദ പപ പദ പപ പദ പാദ സാസ് ദാദ പദനി സാരി സരി സരി സാരി സഗരീരി ഗഗരീ പദനിരി ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദി നാമഗംഗയാടി രഘുപതി രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടന്നുലന്നുലന്ന സരയുവി മന്ത്രമൃദംഗതരംഗ സുഖം ശരവേഗ തീവ്ര താളമേകി മാരുതിയാ ജലഗന്ധ സൂത ധൂപ ദീപ കളയ മന്ത്രതന്ത്ര യന്ത്ര കളിനമുണരും സാമഗാന ലഹരിയോടെ അണയൂ രാമ സാരി സരീരി നീനി രീരി നീൻ പദനിരി രീഗ ദിരി ദിഗ ദിരി ദിഗ ദിരി ഗ ദിഗ ഗരീരി ഗ സാരംഗെ ഗംഭീരായിട്ട് പാടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു പവർഫുൾ വേണം എന്ന് പറഞ്ഞു ഇട്ടിക്കാച്ചിയാക്കി കളഞ്ഞു അല്ലെ. നീ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് അന്താളിച്ച് ഇങ്ങനെ വന്നു. പക്ഷേ മോൻ പാടി തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളെ എല്ലാരും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഗംഭീര പ്രകടനം. താങ്ക് യു. ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഓ പഠിക്കുന്നുണ്ട്. ആരാ പേരെന്താണ് സാറിന്റെ? ബാബുരാജ് സാറ്. മോന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? എന്റെ അച്ഛൻ കാർപ്പന്റർ ആണ്. ആ ശരി. വീട്ടില് വേറെ ആരെങ്കിലും പാടുവോ? ചേട്ടൻ പാടും. ആ ചേട്ടന്റെ പേരെന്നാ? ചേട്ടന്റെ പേര് സജിൻ ദാസ്. സജിൻ ദാസ്. മോനെ ആരാ അവസരം തന്നെ അവിടെ പാടാൻ? അവിടെ കമ്മിറ്റി അംഗങ്ങള്. അപ്പൊ ആളില്ലാതിരുന്നപ്പോ ആദ്യം വിഷമം തോന്നിയാ പാടിയപ്പോ? ആദ്യം വിഷമം തോന്നി, പിന്നെ അത് ലോകം മൊത്തം അറിഞ്ഞു. അതാണ്, ആര് കണ്ടില്ലെങ്കിലും ഉണ്ടല്ലോ ദൈവം കാണുന്നുണ്ട്. അതാണ് എന്റെ പോയിന്റ്. അവസരം തന്നവർക്കാണ് വലിയൊരു കൈഡി ആദ്യം കൊടുക്കേണ്ടത്. അതെ, ഡെഫിനറ്റ്ലി യെസ്. താങ്ക് യു. സാരംഗ അത് ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു? വെമ്പായം കുതിരവട്ടം. ഓക്കെ. അപ്പൊ സാരംഗെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് സാരംഗിന്റെ വോയിസ് കേട്ടാൽ കൊള്ളാമെന്ന് അല്ലെ നിങ്ങൾക്കും തോന്നില്ല? ഒരു പാട്ട് കൂടെ, ഒരു ഗാനം കൂടെ ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമോ? ഓ പാടാം. ഓക്കെ. സാരംഗിന് ഏറ്റവും ബ്യൂട്ടിഫുൾ എല്ലാം പറയുമ്പോഴത്തേക്ക് ആ ഒരു നിഷ്കളങ്ക രീതിയിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അറിയുന്നത് അല്ലേ? ഭയങ്കര അടിപൊളിയാ കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പാട്ട് കൂടെ നമുക്ക് സാരംഗിന്റെ കേൾക്കാം. നല്ലൊരു കൈയടി.
ആരാ വന്നിരിക്കുന്നത് സാരംഗിന്റെ കൂടെ? കൂടെ അമ്മയും അച്ഛനും വന്നു. അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, ശരി. സാരംഗിന്റെ അമ്മയും അച്ഛനും കൂടെ ഒന്ന് സ്റ്റേജിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. സാരംഗിന്റെ അച്ഛന്റെ പേര് തുളസിദാസ്, അമ്മയുടെ പേര് സബിത. എന്താ മോനെ പറ്റി എന്താ പറയാനുള്ളത്? മോൻ കുഴപ്പമില്ല, അവർ അനിയനും ചേട്ടനും ഒരുപോലെ പാടുന്ന ആൾക്കാർ തന്നെ. ഇപ്പൊ പാട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിക്കുക തന്നെ. പാട്ട് സാരംഗ് പാടും എന്നുള്ളത് നിങ്ങൾ ആരാണ് ആദ്യം മനസ്സിലാക്കിയത്? അവൻ ആദ്യം പാട്ട് പഠിപ്പിച്ചപ്പോ അത് കേട്ട് ഇവനും കുറേശ്ശെ പാടാൻ തുടങ്ങി. വളരെ ചെറുതിലേ തന്നെ പാട്ട് പഠിക്കുന്നു, പാടുവരുന്നു. സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാവോ? പാട്ട് പാടാൻ അറിഞ്ഞാലും കാര്യമില്ല, അത് പ്രോത്സാഹിപ്പിക്കാനും അത് പഠിപ്പിക്കാനുമുള്ള മാതാപിതാക്കളാണ് സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപാട് ആളുകൾക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്, പക്ഷെ ചിലവര് അവരെ ഡോക്ടറാക്കാൻ പല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളർത്തുകയാണ് ചെയ്യണത്. ഇത് സാരംഗിന്റെ ഇഷ്ടത്തിന് സാരംഗിനെ വിടുന്ന അച്ഛനും അമ്മയും ഉള്ളതാണ് സാരംഗിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. തന്നെയല്ല സാരംഗേ, ഈ നോട്ടുകളൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആണെന്നറിയോ? അത്രമാത്രം ശ്രദ്ധ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ സാരംഗിന് വേണ്ടി നമുക്കൊരു സമ്മാനം കൊടുത്താലോ? ഉറപ്പായിട്ടും. അതിന് വിപിൻ ചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ് ജോയിൻ us. അതിലെല്ലാം ഉണ്ട് എന്റെ പൊന്നോ. അത് ചെക്ക്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു കിഡിലം സമ്മാനമാണ് സാരംഗിന് കിട്ടുന്നത്. ഓക്കെ,